ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ വ്രതാരംഭം. സൗദിയിൽ ഇന്ന് വൈകിട്ട് മാസപ്പിറവി ദൃശ്യമായി. മാസപ്പിറവി കാണാത്ത ഒമാനിൽ ചൊവ്വാഴ്ചയാണ് റമളാൻ ആരംഭിക്കുക. വിവരങ്ങൾ അഫ്താബ് റഹ്മാൻ നൽകും. അഫ്താബ്, ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെ വ്രതാരംഭം നടക്കുകയൊപ്പം തന്നെ സൗദിയിൽ ഇന്ന് വൈകിട്ടാണ് മാസപ്പിറവി ദൃശ്യമായിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എന്തെല്ലാം? സൗദിയിലെ സുബൈർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് മാസപ്പിറവി വൈകിട്ട് 6:15 കൂടി ദൃശ്യമായത്. ഇതോടുകൂടി സൗദിയിലുടനീളം നാളെ വ്രതാരംഭമാണ്. ഇതോടൊപ്പം മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ വ്രതാരംഭം കുറിക്കും. ഇതിൽ ഒമാൻ മാത്രമാണ് ഗൾഫ് രാജ്യങ്ങളിൽ റമളാൻ 1 ചൊവ്വാഴ്ച ആയിരിക്കുക. ബാക്കി എല്ലാ ഇടങ്ങളിലും നാളെ തന്നെ റമളാൻ ആരംഭിക്കുകയാണ്. ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായ മാസമായാണ് റമളാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തുടനീളമുള്ള പള്ളികളിലെല്ലാം തന്നെ റമളാന് മുന്നോടിയായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി മുതൽ തന്നെ തറാവീഹ് എന്ന പേരിൽ പ്രത്യേക രാത്രി നമസ്കാരങ്ങൾക്കും തുടക്കമാകും. മക്ക, മദീന ഉൾപ്പെടെയുള്ള സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ഇസ്ലാം മത വിശ്വാസികളുടെ പ്രധാന പുണ്യ കേന്ദ്രങ്ങളായ രണ്ടിടങ്ങളിലും പ്രത്യേകം ഇമാമുമാര്, അതായത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലായിരിക്കും 16 ഇമാമുമാരായിരിക്കും ഓരോ ദിവസങ്ങളിലും നേതൃത്വം നൽകുക. മക്ക, മദീന ഹറമുകളിൽ പ്രത്യേക സുരക്ഷാ വിന്യാസവും ഉണ്ടാകും. കാരണം മുൻ വർഷങ്ങളിൽ ഭിന്നമായി ഏറ്റവും കൂടുതൽ ഉംറ വിസകൾ കൂടി അനുവദിച്ച ഒരു വർഷമാണ്. അതുകൊണ്ട് വലിയ ജനത്തിരക്ക് മക്ക, മദീന ഹറമിൽ റമളാൻ മാസത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണവും ആരോഗ്യ വിഭാഗത്തിന്റെയും ഒപ്പം തന്നെ സുരക്ഷാ വിഭാഗത്തിന്റെയും ക്രമീകരണം 2 ഹറമിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. അതുകൊണ്ട് തന്നെ വരുന്ന 30 ദിനങ്ങളിലും ഇസ്ലാം മത വിശ്വാസികൾ കൂടുതലായി ഖുർആൻ പാരായണം ചെയ്യുന്ന സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തുടനീളം, സൗദിയിലുടനീളം ഒപ്പം തന്നെ ഗൾഫിലുടനീളം എല്ലാ പള്ളികളിലും ഇഫ്താറുകൾക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതായത് നോമ്പ് തുറക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഈ തരത്തിൽ വരുന്ന ഒരു മാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായ മാസമായാണ് ഇസ്ലാം മത വിശ്വാസികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഗൾഫിലുടനീളം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, അഫ്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.